ഇറാൻ US നിർണായക സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയാകുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദാർ. സൈനിക മേധാവി അസീം മുനീറും US വൈസ് പ്രസിഡന്റും നിരന്തരം സമ്പർക്കത്തിലെന്നും ഇസ്ഹാഖ്. ഇസ്ലാമാബാദിൽ ചേർന്ന ചർച്ചയിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി തുർക്കി, ഈജിപ്ത്, സൗദി വിദേശകാര്യ മന്ത്രാലയങ്ങൾ. കേരളം വിധി എഴുതാൻ 10 ദിവസം മാത്രം ശേഷിക്കെ കൊട്ടിക്കയറി പ്രചാരണം. UDF ക്യാമ്പിൽ ആവേശം നിറയ്ക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ട, അടൂർ മുതൽ പന്തളം വരെ റോഡ് ഷോ. കോട്ടയത്തെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് കൊല്ലം ജില്ലയിൽ. കൊല്ലം കുണ്ടറ SIക്കെതിരായ മർദ്ദന പരാതിയിൽ DYSP അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചേക്കും. നിർബന്ധിത അവധിയിൽ പ്രവേശിച്ച് SI കിരൺ. അന്വേഷണം പൂർത്തിയാകും വരെ അവധിയിൽ തുടരാൻ കൊല്ലം റൂറൽ SPയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് SSLC പരീക്ഷ ഇന്ന് അവസാനിക്കും. SSLC മൂല്യനിർണ്ണയം ഏപ്രിൽ 7 ആരംഭിച്ച് 28 പൂർത്തിയാകും. മെയ് 8 ഫലപ്രഖ്യാപനം. മെയ് 9 മുതൽ +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ. അടുത്ത തിങ്കളാഴ്ച വരെ പത്രിക സമർപ്പിക്കാൻ അവസരം. TVK അധ്യക്ഷൻ വിജയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലി ഇന്ന് പെരുമ്പൂരിൽ. വിജയ് ഇന്ന് പത്രിക സമർപ്പിച്ചേക്കും. IPLൽ മുംബൈ ഇന്ത്യൻസിന് ജയത്തുടക്കം. കൊൽക്കത്തയെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. റയാൻ റിക്കൾട്ടിനും രോഹിത് ശർമ്മയ്ക്കും അർദ്ധ സെഞ്ചുറി. മുംബൈ IPLലെ ആദ്യ മത്സരം വിജയിക്കുന്നത് 13 വർഷങ്ങൾക്ക് ശേഷം. മോട്ടോ ഗ്രാൻഡ് പ്രിയുടെ 3ാം പോരാട്ടം ഇന്ന് അമേരിക്കയിൽ. USA ഗ്രാൻഡ് പ്രി ഉച്ചയ്ക്ക് 1:30. മുന്നേറ്റം തുടരാൻ എപ്രീലിയും മാർക്കോയും.